ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്ന കഫ്താൻ്റെ ന്യൂ മോഡലാണ് കേട്ടോ. കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും ഫുള്ളായി കാണുക കേട്ടോ. അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്, സാധാ തുണി നാലായി മടക്കില്ലേ, അതുപോലെ ഞാൻ മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. നാലായിട്ട് നമ്മൾ ചുരിദാറിനൊക്കെ മടക്കില്ലേ, അതുപോലെ നാലായി മടക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന വീഡിയോകളൊക്കെ കാണുന്നുണ്ട്, നമുക്കതിൽ ഏറ്റവും വലിയ സന്തോഷമുണ്ട്. നിങ്ങൾ വീണ്ടും ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലെഗ്ത്ത് എടുത്തിരിക്കുന്നത് 22 ഇഞ്ചാണ്. നമുക്കതിന് 1 ഇഞ്ച് തയ്യൽ തുമ്പ് വേണ്ടുള്ള അടിയിക്കൊക്കെ. അപ്പോൾ അതിനുള്ള കണക്കാക്കിയിട്ട് എടുക്കണം. നെക്കിൻ്റെ അളവ് പറഞ്ഞാൽ 2 ഇഞ്ചാണ് 2.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. നെക്കിൻ്റെ ലെങ്ത്ത് 4 ഇഞ്ചും. അങ്ങനെ നമ്മൾ ആ ഒരു പോയിൻറ്റിൽ അടയാളപ്പെടുത്തുക. 2.5 ഇഞ്ചിലെടുത്ത് എന്ന് പറഞ്ഞാൽ 4 ഇഞ്ചിലും അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മളതിനെ ചതുരത്തിലൊന്ന് വരച്ചിട്ട് നമ്മൾ ബോട്ട് നെക്കിനൊക്കെ വരയ്ക്കണ മാതിരി ഒന്ന് വളച്ചെടുക്കുക കേട്ടോ. ബാക്കും ഫ്രണ്ടും ഒന്നിച്ചാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഒറ്റ വരയിൽ തന്നെ നമുക്ക് ആ ഒരേ അളവിൽ 2 സൈഡും കിട്ടും. അതിനാണ് അതങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ആ ഷോൾഡറിൻ്റെ അളവ് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഞാനിത് കാണിക്കുന്നത്. ഷോൾഡറിൻ്റെ അളവൊന്നും അവിടെ എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഹാം ഹോളിൻ്റെ അളവും ഇതെന്തിനാണെന്നറിയാം, നമുക്ക് ആ കൈയിൻ്റെ ആ ഒരു ഹാം ഹോളിൻ്റെ അവിടെ കഷോഴിയില്ലേ, അവിടുത്തെ ആ പോയിൻ്റ് എത്രത്തോളം വേണമെന്നും ഇതറിയാനാണ് നമ്മളവിടെ ജസ്റ്റ് അതൊന്ന് അളന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ചെസ്റ്റ് വണ്ണം എത്രയാണെന്ന് വെച്ചാൽ ആ ചെസ്റ്റ് വണ്ണത്തിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസ് കൂട്ടുക. തയ്യൽ തുമ്പ് ആവശ്യമില്ല, നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നതിന് ഒരു സ്റ്റിച്ചിങ്ങേ കൊടുക്കണ്ടുള്ളൂ. ബാക്കി വേസ്റ്റ് വണ്ണം എത്ര വെച്ചാൽ അതിൻ്റെ 4 ഭാഗം എടുത്തിട്ട് 2 ഇഞ്ച് ലൂസ് കൊടുക്കുക. ഇതൊക്കെ 4 ഭാഗം എടുക്കണം കേട്ടോ. 4ആയി മടക്കിയിട്ടുണ്ടല്ലോ, അപ്പോൾ 4 ഭാഗം എടുക്കുക. ഹിപ്പിൻ്റെ അളവും ഇതേമാതിരി 4 ഭാഗം എടുക്കുക. 4 ഭാഗം എടുക്കുക. പിന്നെ 2 ഇഞ്ച് ലൂസ് നിങ്ങൾ എത്രയാണ് അളവ് എടുക്കണമെന്ന് വെച്ചാൽ ആ അളവിനനുസരിച്ചിട്ട് 2 ഇഞ്ച് ലൂസ് എടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഇത് നല്ല വശത്ത് വെച്ചിട്ട് വേണം ഇത് വരയാൻ കേട്ടോ. എന്നാലാണ് നമുക്ക് നല്ല വശത്താണ് നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലേക്കാണ് അടിച്ച് വരിക. അതുകൊണ്ട് അത് നമ്മൾ ഒരിക്കലും ഉൾവശത്തേക്കായി. എന്നിട്ട് നമ്മൾ സ്ലീവ് എത്രയാണോ എടുക്കുന്നത് വെച്ചാൽ നമുക്ക് മുട്ടിൻ്റെ താഴേക്കൊക്കെ വേണമെന്ന് വെച്ചാൽ ആ സ്ലീവിനനുസരിച്ചിട്ട് നമുക്ക് താഴെ നമ്മൾ ലെങ്ത്ത് അടയാളപ്പെടുത്തിയില്ലേ, അവിടേക്ക് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുക. വരഞ്ഞു കൊടുത്തിട്ട് നമ്മൾ അതിനൊന്ന് കട്ട് ചെയ്യുക കേട്ടോ. നെക്കും നമ്മൾ 2 ഫ്രണ്ടും ബാക്കും കൂടി ആവുകൊണ്ട് നെക്കൊന്ന് കട്ട് ചെയ്യുക. ഈ ഇത്രയും 2 വശമാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടുള്ളൂ, വേറെ ഒന്നും ചെയ്യേണ്ട. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു മോഡലാണ്. നമ്മളെ മക്കൾക്കാണ് 1.5 മീറ്ററിൽ എൻ്റെ 2 പിള്ളേർക്കും തയ്ച്ചിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് ആ ഒരു പോയിൻ്റില്ലേ, ആ സൈഡിൽ അതിനെ ഒന്ന് നൂർത്തിയിട്ട് ഒന്നും കൂടി മടക്കിയിട്ട് നമ്മൾ ആ ഒരു ചോക്കയും കൊണ്ട് ഒന്ന് അമർത്തി വരച്ചിട്ടുണ്ട്. അത് ഇപ്പുറത്തെ സൈഡും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് തട്ടിക്കൊടുത്തത്. അപ്പോൾ കണ്ടോ, ആ ഇപ്പുറത്തെ സൈഡും പിടിച്ചു നിന്ന്. അപ്പോൾ നമുക്ക് ആ ഫ്രണ്ടിൽ തന്നെ ആ ഒരു നല്ല വശത്ത് തന്നെ 2 സൈഡും ഇതാക്കുക. പിന്നെ നമുക്ക് ആ ലേസും ഒന്ന് 4 വറ അടിയിൽ പിടിപ്പിക്കാനുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് പറഞ്ഞാൽ നമ്മൾ നെക്കിൻ്റെ അവിടെ ഒരു പൈപ്പിങ് കൊടുക്കണം. ആ പൈപ്പിങ് കൊടുക്കാൻ 2.5 ഇഞ്ച് വീതിയിലുള്ള ഒരു പീസ് നമ്മളതിന് കട്ട് ചെയ്തിട്ട് അതിന് യോജിപ്പിച്ചിട്ടുണ്ട്. യോജിപ്പിച്ചതിന് ശേഷം ആ ഒരു നല്ല വശത്തല്ല കേട്ടോ വെക്കേണ്ടത്, ചീത്ത വശത്ത് വെച്ചിട്ട് നല്ല വശത്തേക്ക് മടക്കി അടിക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ നമ്മളതിൻ്റെ ആ ഒരു തയ്യൽ തുമ്പ് 1/4 ഇഞ്ച് മേലേക്ക് കയറ്റി അതിൻ്റെ 4 പുറമൊന്ന് മടക്കി അടിച്ചു കൊടുക്കുക കേട്ടോ. നമുക്ക് ഷോൾഡറൊന്നും പിടിക്കേണ്ട, ഷോൾഡറൊന്നും ചെയ്യണ്ട. അങ്ങനെ ഒരു മോഡൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. മോഡൽ നോക്കുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ കഫ്താൻ്റെയൊക്കെ മോഡൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ അതുപോലെ നമ്മളതിൻ്റെ ആ ഒരു തയ്യൽ തുമ്പൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊക്കെ ഒന്ന് കട്ട് ചെയ്യുക കേട്ടോ. കാരണം നമ്മൾ പുറത്തേക്ക് മടക്കണമല്ലേ, അപ്പോൾ ഫ്രണ്ടിലേക്ക് കയറി കിടക്കാനോ തയ്യൽ തുമ്പൊന്നും പാടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം നൂല് വെട്ടി കൊണ്ട് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തിനെന്നറിയോ, ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കഴുത്തൊക്കെ ഫിനിഷിങ്ങിലും വൃത്തിയിലും കിടക്കും. ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഫ്രണ്ടിലേക്ക് ഒന്ന് മടക്കി അടിക്കുക. ഇത്രയേ വേണ്ടുള്ളൂ. വേഗം കഴിയാവുന്നൊരു മോഡലാണ്. പിന്നെ നമുക്കതിന് അടിവശം ഒന്ന് മടക്കി കൊടുക്കുക. അത്രയേ ഉള്ളൂ. വലിയ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് എത്ര വേഗം തയ്ക്കാനും നമുക്ക് ഈസിയാണ്. 2 പേർക്കും പറയുമ്പോഴേക്ക് തയ്ക്കൽ കഴിഞ്ഞു. പിന്നെ അതിന് ആ ഒരു നെക്ക് പിടിപ്പിച്ചതിന് ശേഷം അടിയിലൊന്ന് മടക്കി അടിക്കുക. ഇങ്ങനെ മടക്കി അടിച്ചതിന് ശേഷം നമ്മൾ ലേസ് വാങ്ങിയിട്ടുണ്ട്. ഈ ലേസും ഇതിൻ്റെ മുകളിലൊന്ന് തയ്ച്ചു കൊടുക്കുക കേട്ടോ. ഉരുട്ടിയിട്ട് നമ്മൾ ചെറുതായി ഉരുട്ടി അടിക്കുക. നമ്മൾ വീതിയിലൊന്നും അടിക്കരുത് കേട്ടോ. ചെറുതായിട്ട് ഒന്ന് മടക്കുക. പിന്നെ അതിൻ്റെ മുകളിലൊന്നും കൂടി മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കുക. എന്നിട്ട് ലേസ് വാങ്ങിയത് ഞാൻ നേരത്തെ കാണിച്ചില്ല, ആ ലേസ് ഒന്ന് അതിൽ പിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ
തുണിയെ നമ്മൾ ഫ്രണ്ടിലേക്ക് നല്ല വശത്ത് മടക്കുക. ആ നല്ല വശത്ത് മടക്കിയതിന് ശേഷം അതിൻ്റെ നമ്മൾ വരട്ടിട്ടില്ലേ, ആ വരട്ടിൻ്റെ ആ ഹാം ഹോളിൻ്റെ ആ കഷുകുഴിയില്ലേ അവിടുത്തെ അറ്റം കഷുകുഴി മേലേക്ക് ടൈറ്റ് ആവാതിരിക്കണം കേട്ടോ. നമ്മൾ ഹാം ഹോളിൻ്റെ അളവ് എത്രയാണോ അവിടെ ആ അളവൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് ചെയ്യണം. എന്നിട്ട് അല്ലെങ്കിൽ പിന്നെ നമുക്ക് കൈയൊക്കെ പൊക്കുമ്പോൾ വൃത്തികേടാവരുത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ആ കഷിൻ്റെ ഭാഗം ഒന്ന് ടൈറ്റായിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് നമ്മൾ ആ ഫ്രണ്ടിൽ കൂടെ ഒന്ന് തയ്ച്ചു കൊടുക്കുക. എന്നിട്ട് ലേസ് പിടിപ്പിക്കുക. ലേസ് പിടിപ്പിച്ചതിന് ശേഷം പിന്നെ നമ്മളൊരു ഫ്രണ്ടിലൊരു വള്ളി പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും നമ്മൾ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ ഡ്രസ്സ് റെഡിയായി. കണ്ടോ എങ്ങനെയുണ്ട്? നല്ല സൂപ്പറായിട്ടില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായ എൻ്റെ വീഡിയോ ഇഷ്ടമായിച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇഷ്ടമായിച്ചാൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയവുമായി കാണാം.